ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. നമ്മൾ കാണാൻ പോകുന്നത് കോട്ടക്കലിലുള്ള ഒരു എക്സ്പോ ആണ് കേട്ടോ. ടൈറ്റാനിക് കപ്പലാണ്. നമ്മൾ ടൈറ്റാനിക് കപ്പലിൻ്റെ മാതൃകയിൽ ടൈറ്റാനിക് കപ്പൽ ഇവിടെ ഉണ്ടാക്കി വെച്ചൊക്കെയാണ്. അത് ചെന്ന് കണ്ടാൽ നമ്മൾ പഴയ കാലത്ത് ടൈറ്റാനിക്കിൻ്റെ സിനിമയും കാര്യങ്ങളൊക്കെ കണ്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു കപ്പലിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇതിലുണ്ട് കേട്ടോ. നമ്മളൊരു കപ്പലിൽ കയറിക്കാണ്ട് ആ കപ്പലിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന ഒരു ആഡംബര കപ്പലിൽ കയറി നടക്കുന്ന ഒരു അനുഭവമാണ് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. ടിക്കറ്റിന് 80 രൂപയാണ് ഒരാൾക്ക്. 3 വയസ്സിൻ്റെ മേലുള്ള കുട്ടികൾക്കൊക്കെ ടിക്കറ്റ് എടുക്കണം. 5 വയസ്സിൻ്റെ അല്ല, 3 വയസ്സിൻ്റെ മേലുള്ള കുട്ടികൾക്കൊക്കെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഒരാൾക്ക് 80 രൂപ. നമുക്ക് ഈ കപ്പലിൻ്റെ ഉള്ളിൽ ഒന്ന് കയറിയിട്ട് കാണാം കേട്ടോ. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായതാണ്, മുങ്ങിപ്പോയതാണ് ഈ ടൈറ്റാനിക് കപ്പൽ. 1912 അങ്ങനെയാണെന്ന് തോന്നുന്നു. അതെല്ലാം നമ്മളൊക്കെ കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ അത് എക്സ്പോ ആയിട്ട് ഇവിടെ വന്നപ്പോൾ നമുക്കൊന്ന് കാണാമല്ലോ. നമ്മൾ സിനിമയിൽ കൂടിയും ആൾക്കാർ പറഞ്ഞ് കേട്ട് കണ്ടൊക്കെ ഉള്ള അറിവല്ലേ ഉള്ളൂ. അപ്പോൾ വീട്ടിലാരെങ്കിലുമൊക്കെ വെറുതെ ഇരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വന്ന് കണ്ടോളൂ കേട്ടോ. മുങ്ങിപ്പോയ ആ ടൈറ്റാനിക്കിൻ്റെ അതേ മാതൃക, അതിൻ്റെ അതേ രൂപത്തിൽ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കാണ് കേട്ടോ. പിന്നെ അതിൻ്റെ എൻട്രൻസ് അത് കപ്പൽക്കൊക്കെ കയറുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കി വെച്ചിട്ട് നല്ല സെറ്റപ്പിലാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ അതും കപ്പൽക്ക് കയറുന്ന പോലെ തന്നെയാണെന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല കേട്ടോ, നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അറിയില്ല. ഇതാണ് ഇതിന് ആദ്യം കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ? ശരിക്കും നോക്കുകയാണെങ്കിൽ കപ്പലിൻ്റെ ഉള്ളിലേക്കാണ് കയറി പോകണ അതേ അനുഭവമാണ് കേട്ടോ. 2 സൈഡിലും കപ്പലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇക്കാരം. അപ്പോൾ അതേപോലെ ടൈറ്റാനിക് കപ്പൽ ഇങ്ങനെ ഇക്കാരം. അതൊരു ആഡംബര കപ്പലാണല്ലോ. ഫോട്ടോ എടുക്കണവരെ തിരക്കാണ് കേട്ടോ, ഭയങ്കര തിരക്കാണ്. സ്കൂൾ അവധിയല്ലേ, നല്ല തിരക്കുമാണ് കേട്ടോ. ഒരു കപ്പലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എങ്ങനെയൊക്കെ കയറിയിട്ട് എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും അതൊക്കെ ഈ ഒരു കപ്പലിൻ്റെ ഉള്ളിലുണ്ട്. ഈ ടൈറ്റാനിക് കപ്പൽ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരും ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. നമുക്ക് കാണാം. നല്ലൊരു അനുഭവമാണ് കേട്ടോ. വെറുതെ വീട്ടിലിരിക്കേണ്ട, കോട്ടക്കലേറ്റം പോകുന്നോളൂ. നമുക്ക് പഴയ ഓർമ്മകൾ, ടൈറ്റാനിക് കപ്പലിൻ്റെ ഓർമ്മകൾ ഇതിലുണ്ട്. എല്ലാവർക്കും എൻജോയ് ചെയ്ത് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ആ സ്റ്റെപ്പ് കയറി മേലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ശരിക്ക് ഒരു കപ്പലിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന ഒരനുഭവം കേട്ടോ. കണ്ടോ കാണി, കപ്പലിൻ്റെ സൈഡിൽ കൂടി നമ്മൾ നടന്നു പോകുന്ന മാതിരിയാണ് നമുക്ക് തോന്നുക. അതിൻ്റെ മേലത്തെ വ്യൂ ആണിത്. ഈ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ പോവുക. അപ്പോൾ കപ്പലിൻ്റെ മുൻഭാഗത്തെത്തുക. അവിടെ നമുക്ക് പോയിട്ടൊന്ന് കാണാം എങ്ങനെ ഉണ്ടെന്ന്. കാണാൻ നല്ല ഭംഗിയില്ലേ ഇവിടെയൊക്കെ കാണാൻ. ഇതാണ് അതിൻ്റെ മുൻഭാഗം. ഇവിടെയും ഫോട്ടോ എടുക്കലേർ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. കുട്ടികളതൊക്കെ തിരിച്ച് നോക്കുന്നുണ്ട്. ഒരു കപ്പൽ എന്തൊക്കെയാണോ അതൊക്കെ കേട്ടോ. ഇനിയിപ്പോൾ ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അറിയണത് പറഞ്ഞു തരികയാണ്. ഞാനവിടെ കണ്ടതാണ് പറഞ്ഞു തരുന്നത്. കപ്പിത്താൻ കപ്പലിൻ്റെ സ്റ്റാറിങ് ഒക്കെ പിടിച്ച് തിരിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ മുൻഭാഗം. അവിടെയൊക്കെ ഫോട്ടോ എടുക്കണ പോലെ തിരക്കാണ്. പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ സെക്കൻഡ് ക്ലാസ് ആണിത്. ഇറങ്ങി പോവുകയാണ് നമ്മൾ കേട്ടോ. വണ്ടി
ജാക്കുണ്ട്. ജാക്കിൻ്റെ ഫോട്ടോ കണ്ടില്ലേ? ശരിക്കും ഇവിടെ കാണാൻ പറ്റും. എൻ്റെ പേരക്കുട്ടികളാണ് കേട്ടോ അത്. 5 പേര്, ഒരു പെൺകുട്ടി 4 ആൺകുട്ടികളും. കണ്ടില്ലേ ജാക്ക്? ഇവരുടെ ഫോട്ടോ ഒക്കെ നിറയെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു അനുഭവമാണെന്ന് പറഞ്ഞത്. നമ്മളോട് പറഞ്ഞ് കേട്ടുള്ള ആ കഥ ഉണ്ടല്ലോ, ആ ചരിത്രം, അത് ശരിക്കും നമുക്ക് ഈ ഡെമോ കൂടിയാണെങ്കിലും കൂടിയിട്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഫർണിച്ചറാൽ ഇട്ട് തൂർത്ത ഒരു കപ്പലാണെന്ന് നമുക്ക് തോന്നുള്ളൂ. ഒക്കെ പെയിൻറ്റിങ് ആണ്, എന്നാലും കണ്ടില്ലേ എന്താ, അതൊക്കെ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഇതാണ് ആ ഹാൾ കേട്ടോ. ആ ഹാൾക്ക് സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെന്നാൽ അവിടുത്തെ കാഴ്ചകൾ അതിലേറെ ഭംഗിയുള്ളത്. എന്തായാലും വെറുതെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കോട്ടക്കല്ല് വന്നോളൂ, ഇതൊന്ന് കണ്ടോളൂ, അനുഭവിച്ചറിഞ്ഞോളൂ കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് കേട്ടോ. ഇവിടെയൊക്കെ ഓരോ സ്ഥലത്തും ഓരോ പിക്ചറിൻ്റെ മുന്നിലും നിന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കാണ്. നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാനുള്ള നല്ല സ്ഥലങ്ങൾ.
ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പോയാൽ പിന്നെ കുട്ടികൾക്കുള്ള പരിപാടികളുണ്ട് കേട്ടോ, അതും കൂടി നമുക്ക് കാണാം. നല്ല ഒരു 80 രൂപ കൊടുത്ത് നമുക്ക് കയറിയാലും യാതൊരു കുഴപ്പമില്ല. ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ 80 രൂപ മുതലായി. ടൈറ്റാനിക് മൊത്തത്തിൽ കാണിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള ഓരോ റൈഡിനും നമുക്ക് പിന്നെ വേറെ കാശ് വേറെ കൊടുക്കണം കേട്ടോ. എന്താ ഈ സ്ഥലത്തിൻ്റെയൊക്കെ ഒരു ഭംഗിയ, ചുമരൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടില്ലേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോവുക. ഇറങ്ങിപ്പോയാൽ കപ്പലിൻ്റെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന പോലെ തന്നെ ഒരു വരാന്ത, ഇത് കപ്പലിൻ്റെ ഉള്ളിൽ, അങ്ങനെ ആ വരാന്തയിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി പോണ മാതിരി തന്നെയാണ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിവിശാലമായിട്ടുള്ള വലിയൊരു ഹാളാണ്. ആ ഹാളിൽ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, അറിയുന്നവർക്ക് അതിൻ്റെ ചരിത്രങ്ങളും രേഖകളൊക്കെ ഇക്കാരം. ടൈറ്റാനിക്കിനെ പറ്റി അറിയുന്നവർക്കൊക്കെ ഒരു ഇതാണ് കേട്ടോ. നമുക്കും പിന്നെ കേൾവി തന്നെ ഉള്ളൂ. ഇത് ടൈറ്റാനിക് മുങ്ങിനെ പറ്റിയും ഒക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ട അറിവുകളുണ്ട്. ഫസ്റ്റിൽ ആദ്യം തന്നെ ഇറങ്ങിയതാണ് കടലിലേക്ക് ഇറങ്ങിയ ആദ്യത്തെ യാത്രയിൽ തന്നെ പിന്നെ ടൈറ്റാനിക്കിൽ മഞ്ഞുമല വന്ന് ഇടിച്ച് കപ്പൽ തകർന്നു എന്നാണ്. അതിൻ്റെ രംഗങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഈ ഫോട്ടോയിൽ കൂടി ഈ കാണിക്കുന്നത് കേട്ടോ. കപ്പൽ മുങ്ങിയ ചിത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതിനുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചരിത്രങ്ങളുണ്ടാവും. നമുക്ക് അങ്ങനെയാണ് കൃത്യമായിട്ടൊന്നും അറിയില്ല, നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല, കേട്ട അറിവല്ലേ ഉള്ളൂ. എന്താണ് ഫോട്ടോ തന്നെ ഒരു ഭയങ്കരമാണല്ലോ. അതിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് അവർ രണ്ടുപേരും കൂടി നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നല്ലോ. പിന്നെ ടൈറ്റാനിക് പറഞ്ഞ കപ്പലിൻ്റെ ഇത് സിനിമ വന്നു, ജനങ്ങളൊക്കെ അതങ്ങനെ അറിഞ്ഞ് ഭയങ്കര ഒരു എന്താ പറയുക, ടൈറ്റാനിക് കപ്പൽ എന്ന് പറഞ്ഞാൽ അറിയാത്തല്ലോ ആരും ഉണ്ടാവില്ല. ഇതാണ് ആഡംബര കപ്പലിൻ്റെ മാതൃക കേട്ടോ. അതിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ആഡംബര കപ്പലിൻ്റെ അതേ രൂപത്തിൽ ഉണ്ടാക്കി വെച്ച ടൈറ്റാനിക്കാണത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കപ്പലാണ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ആ ഹാളിൽ നിന്ന് പിന്നെ നമ്മൾ പിന്നെ ഒരു ഇടവഴിയെ കൂടെ കപ്പലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുക കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞ് കഴിഞ്ഞാലാണ് കുട്ടികൾക്കുള്ള ഈ പരിപാടികളൊക്കെ കേട്ടോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുട്ടികൾക്കുള്ള റൈഡുകളും അങ്ങനെയുള്ളതൊക്കെ കാണാൻ പറ്റുക. മരണക്കിണറുണ്ട്, പല വിധത്തിലുള്ള റൈഡുകളുണ്ട് കുട്ടികൾക്ക് കേട്ടോ. ഫുഡുകളും ഉണ്ട് കേട്ടോ, ഐസ്ക്രീം ഉണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. സ്റ്റോളുകൾ കണ്ടല്ലോ, അങ്ങനെയുള്ള പല സ്റ്റോളുകളും കഴിഞ്ഞിട്ടാണ് കുട്ടികൾക്കുള്ള പരിപാടികൾ. ഇവിടെ ബജ്ജിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ കുട്ടികളെ കളിപ്പാട്ടങ്ങൾ, സ്പിന്നർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കണ്ടല്ലോ. പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പഴയകാല മിഠായികളാണ് കേട്ടോ അത്. നമ്മളെ കുട്ടിക്കാലത്ത്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്തുള്ള മിഠായികൾ, പൊരിയുണ്ട, പിന്നെ ശർക്കര മറ്റേ മുട്ടായി, തേൻ മുട്ടായി എന്ന് അങ്ങനെ എന്താ പറയുക. ഇതുകൊണ്ടില്ല, ചോക്കും കട്ടമാതിരിയുള്ള മുട്ടായി നൂലുകൊണ്ട് കെട്ടിപ്പോയിഞ്ഞ് വിക്സ് മാതിരി ഒക്കെയാണെന്ന് തോന്നുന്നത്. ഇപ്പോൾ എനിക്ക് അത്ര ഓർമ്മയൊന്നുമില്ല, കുട്ടിക്കാലത്ത് കണ്ടിന മുട്ടായി തന്നെ. പിന്നെ നാരങ്ങ മുട്ടായി, സിഗരറ്റ് മുട്ടായി, അങ്ങനത്തെ
അപ്പോൾ അങ്ങനെ കഴിഞ്ഞു പോന്നു. ലാസ്റ്റ് ഒന്നും കൂടി ആ കപ്പലിൻ്റെ മാതൃക ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ. കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.